ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പത്മകുമാറിനെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം. കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്നും ഉൾപ്പെടെ എന്തെല്ലാം രേഖകളൊക്കെ പിടിച്ചെടുത്തു, ഏത് തലത്തിലാണ് അന്വേഷണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ആറന്മുളയിലെ വീട്ടിൽ നടന്ന പരിശോധനയിൽ പത്മകുമാറിന്റെ പാസ്പോർട്ട് കൂടി SIT പിടിച്ചെടുത്തിട്ടുണ്ട്. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം വിദേശയാത്ര ഉൾപ്പെടെ നടത്തിയിട്ടുണ്ടോ, മറ്റ് വിദേശയാത്രകളെ സംബന്ധിച്ചുൾപ്പെടെയുള്ള വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, പത്മകുമാറിന്റെയും ഭാര്യയുടെയും ആസ്തികളും നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ വിദേശയാത്രകളും ഒക്കെ സംബന്ധിച്ച് വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പത്മകുമാറിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. പത്മകുമാറിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിയിരുന്നു. ആ റെയ്ഡിൽ പത്മകുമാറിന്റെ പാസ്പോർട്ട് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ പത്മകുമാറിന്റെയും ഭാര്യയുടെയും ആദായ നികുതി വകുപ്പ് റിട്ടേണുകളുമായി ബന്ധപ്പെട്ട ഫയലുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഒപ്പം 2019 മുൻപും ശേഷവുമുള്ള ചില ഭൂമി ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ, പ്രത്യേകിച്ച് പ്രമാണങ്ങൾ അടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, അവർ തമ്മിലുള്ള റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. അതിനൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ വിദേശയാത്രകൾ നേരത്തെ തന്നെ അന്വേഷണ സംഘം മനസ്സിലാക്കിയിട്ടുണ്ട്. ഫ്രാൻസ്, ഈജിപ്റ്റ് അടക്കം, അതിനൊപ്പം തന്നെ ചില യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി സന്ദർശനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പാസ്പോർട്ട് അടക്കമുള്ള രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. പത്മകുമാറിന്റെ പാസ്പോർട്ട് വിശദമായി പരിശോധിക്കും. പത്മകുമാർ വിദേശയാത്ര നടത്തിയിട്ടുണ്ടോ, വിദേശയാത്ര നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഉള്ള യാത്രകളുണ്ടോ, ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ വിദേശയാത്രകളിൽ പത്മകുമാറും ഒപ്പം പോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. അതുകൂടാതെ ഭൂമി ഇടപാടുകൾ, 2019 ശേഷമുള്ള ഭൂമി ഇടപാടുകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൂടി പങ്കാളിത്തമുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കും. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നും ചില ഭൂമി ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ അന്വേഷണ സംഘം പിടിച്ചെടുത്തു. അപ്പോൾ ഇതെല്ലാം വിശദമായി പരിശോധിക്കും. അതിനൊപ്പം തന്നെ ഇപ്പോൾ കട്ടളപ്പാളിയുമായി ബന്ധപ്പെട്ട കേസിലാണ് പത്മകുമാറിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദ്വാരപാലക പാളികളും കൊണ്ടുപോയത് പത്മകുമാർ പ്രസിഡന്റായിരിക്കുന്ന കാലത്ത് തന്നെയാണ്. അപ്പോൾ ആ കേസുമായും പത്മകുമാറിന്റെ ബന്ധം പരിശോധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ കേസിൽ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യും. ഏതായാലും നാളെ അന്വേഷണ സംഘം പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ കോടതിയിൽ നൽകിയേക്കും. അങ്ങനെയെങ്കിൽ വിശദമായ അന്വേഷണത്തിലേക്കാണ് ആ ചോദ്യം ചെയ്യൽ പോവുക. കാരണം കട്ടളപ്പാളി കൂടാതെ ദ്വാരപാലക പാളികൾ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണം. അതിനൊപ്പം ഈ സ്വർണ്ണപ്പാളികൾ എന്തു ചെയ്തു എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിൻ്റെ ഉത്തരങ്ങളും വേണം. ഏതായാലും പത്മകുമാറിൻ്റെ ചോദ്യം ചെയ്യൽ നിർണായകമാണ്.